وظننت أنا أني بذلك حزت غنى فوجدت أني خاسر فتلك مظاهر لا Hello everyone, I am Dia. അപ്പോൾ ഇന്ത്യ വന്നിട്ടുള്ളത് ഞങ്ങളെ ലാസ്റ്റ് എക്സാമാണ് 9th. അതേപോലെ 9th ലാസ്റ്റ് ഡേയുമാണ് ഇന്ന്. സത്യം പറഞ്ഞാൽ വർക്ക് എക്സ്പീരിയൻസിൻ്റെ എക്സാമാണ്. നമ്മൾ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ അങ്ങനെ ഓരോന്നില്ലേ അതിൻ്റെ എക്സാമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇന്നാണ് IT എക്സാം ഉള്ളത്. അപ്പോൾ അതാ എൻ്റെ വർക്ക് ബുക്ക് ഞാൻ കംപ്ലീറ്റ് ആക്കുകയാണ്. എനിക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ എഴുതാണ്ടായിരുന്നു. ഇതിന് മുന്നൊന്നും ഞാൻ എഴുതിയിട്ടേ ഇല്ല. കഷ്ടപ്പെട്ട് കുറേ നേരം എടുത്ത് ഞാനത് എഴുതി തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ എനിക്ക് എന്താ വെച്ചാൽ ഈ വർക്ക് എക്സ്പീരിയൻസിൻ്റെ എക്സാം നല്ല സുഖമാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ എനിക്ക് IT എക്സാം ഭയങ്കര ടഫാണ്. എനിക്ക് അത്ര ഇഷ്ടമില്ല. എന്തൊക്കെയോ കാട്ടിക്കൂടില്ല. തിയറിയൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടും, പ്രാക്ടിക്കലി എന്തൊക്കെയോ ചെയ്യലാണ്. അങ്ങനെ ഇതാ ഇനി ഏതായാലും നമുക്ക് കുളിച്ച് മാറ്റണം. പക്ഷെ പെരയിൽ കറണ്ട് ഇല്ല, അതുകൊണ്ട് യൂണിഫോം അയൺ ചെയ്യാൻ കഴിയില്ല. ഞാൻ തലേന്ന് യൂണിഫോം അയൺ ചെയ്ത് വെക്കില്ല. തൽക്കാലത്തിൽ ഞാൻ ഒന്ന് വിരിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ തന്നെ നമ്മൾ ഇനി ബാഗ് പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനാ വെറുതെ എക്സാമിന് ബാഗ് കൊണ്ടുപോകണേന്ന്. ഞാൻ വെറുതെ വർക്ക് ബുക്ക് ചെയ്താലും കൊണ്ടുപോകാണ്ട്, പിന്നെ കാർഡ്ബോർഡൊക്കെ കൊണ്ടുപോകാം. പിന്നെ അതേ കാർഡ്ബോർഡും പെന്നും പെൻസിലും മാത്രമല്ല കളറും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിച്ചു എന്തിനാ കളറ്? വർക്ക് എക്സ്പീരിയൻസ് അല്ലേ, അതിലെന്തെങ്കിലും ചിത്രം വരയ്ക്കാനോ പോസ്റ്റർ ഉണ്ടാക്കാനോ ഉണ്ടാവും. അപ്പോൾ അതിനും കളർ കൊടുക്കാൻ. ഇനി അത് എഴുതി കഴിഞ്ഞ് 1 മണിക്കൂർ ചിലപ്പോൾ നമുക്ക് കിടന്നുറങ്ങാനുള്ള നേരമൊക്കെ ഉണ്ടാവും. അപ്പം അന്നേരം ഇങ്ങനെ ചിത്രം വരച്ചിരിക്കാമല്ലോ അവിടെ. അപ്പോൾ അതാ മുറ്റത്ത് കയറി ഞാൻ പൂച്ച പതിപോലെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ടോമി, ടിക്കു, കുഞ്ഞാപ്പി അങ്ങനെയൊക്കെ കുറേ പൂച്ചകളുണ്ട്. ഇതിന് മുന്നേ ഇതിൽ കൂടുതലുണ്ടായിരുന്നു. മനുഷ്യന്മാരെക്കാൾ കൂടുതൽ പൂച്ചകളായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂച്ച, അതൊക്കെ ചത്തുപോയി. അപ്പോൾ അതാ സമയം ഏകദേശം ആയിട്ടുണ്ട്. എനിക്ക് 9 മണിക്ക് പോകാനും ഉണ്ട്. പിന്നെ ഞാൻ വേഗം ധൃതിയിൽ പോയി കുളിച്ച് മാറ്റി വന്നിക്കാണ്. എനിക്ക് മഫ്തഡിൽ വലിയൊരു ടാസ്ക്കാണ്. എനിക്ക് അങ്ങനെ ഒരു നല്ല വട്ടത്തിലിടാൻ അറിയില്ല. എൻ്റേത് ഓരോ സമയത്ത് ഓരോ കോലാണ് ആവുക. ഈ സമയത്ത് കുഴപ്പമില്ല. അങ്ങനെ അതേ കഷ്ടപ്പെട്ട് മഫ്ത ഇടുകയാണ്. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. എന്താ വെച്ചാൽ രാവിലെ തന്നെ നീച്ച് വോയിസ് ഓവർ കൊടുത്തിട്ടാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല ശബ്ദം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അങ്ങനത്തെ മഫ്തൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏതായാലും സ്കൂളിൽ പോകണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ എൻ്റെ പേര് ഫാത്തിമ ദിയ. ഞാൻ 9th പഠിക്കുന്നത്. അല്ലല്ല, ഇനി 10th. അപ്പോൾ അതാ ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ വ്ളോഗും അതുപോലെ ഡെയിലി വ്ളോഗ്സ് അങ്ങനത്തെയൊക്കെയാണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിതാ നമ്മൾ സ്കൂളൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതാ പൂച്ചകളൊക്കെ ഉമ്മച്ചി അടുക്കളയിൽ കയറിയപ്പോൾ എല്ലാവരും കൂടി വാതിലിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ഫുഡിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ പൂച്ചകളിങ്ങനെ ഫാമിലി ആയിട്ട് ജീവിക്കണത് കാണുന്നത്. ഈ പൂച്ചയൊക്കെ എന്താ വെച്ചാൽ ആ പൂച്ചൻ്റെ കുട്ടിയാണ്. എന്നിട്ട് എപ്പോഴും ഒരു ഭയങ്കര ഒരു ഒത്തൊരുമയാണ്. നക്കി കൊടുക്കലും അവിടെ നിന്ന് ഇങ്ങോട്ട് നക്കി കൊടുക്കലും വലിയ സ്നേഹമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫാമിലി ആയിട്ട് ജീവിക്കണത് കാണും. പൊതുവെ പൂച്ചക്കുട്ടികളെ ഒരു വലിപ്പമായാലും ഒരു ഇങ്ങനെ കളഞ്ഞിട്ട് പോലെയല്ലേ. ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അമ്മച്ചി അടുക്കളയിൽ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പച്ചിൻ്റെ ഒപ്പം പോയാണ് കുബൂസും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിട്ടുണ്ടായിരുന്നു, ഫ്രൂട്ട്സും അങ്ങനത്തെ ഓരോന്നൊക്കെ. അപ്പോൾ നാരങ്ങൊക്കെ ഞാനായിട്ട് കട്ട് ചെയ്യുന്നത്. പിന്നെ വീഡിയോ എടുക്കാനൊക്കെ എടുക്കണോണ്ടനൊക്കെ പ്രത്യേകിച്ച് ഞാനാണ് കട്ട് ചെയ്യണത്. അങ്ങനെ പിന്നെ നാരങ്ങയും അതുപോലെ തന്നെ വത്തക്കയൊക്കെ കട്ട് ചെയ്യുകയാണ്. എക്സാം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ വർക്ക് എക്സ്പീരിയൻസ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നല്ല സിമ്പിളായിരുന്നു. ITയും കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ സിമ്പിളായിരുന്നു എനിക്ക്. ഞാൻ നോമ്പ് തുറക്കുമ്പോൾ നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എന്നോട് ആരോ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാരങ്ങ വെള്ളം നോമ്പ് തുറക്കുമ്പോൾ കുടിക്കരുത്, അത്ര നല്ലതല്ലാന്ന്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ അധികം വത്തക്ക വെള്ളമാണ് കലക്കൽ. പിന്നെ നാരങ്ങ വെള്ളമാകുമ്പോൾ ഇമ്മച്ചിക്ക് പ്രത്യേക ഇഷ്ടമാണ് നോമ്പ് തുറക്കുമ്പോൾ, അതുകൊണ്ടാണ് കാര്യമായിട്ട് അത് കലക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വത്തക്ക വെള്ളമാണ്. അപ്പോൾ ഞാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനാണ് പൊതുവെ വീട്ടിൽ ജ്യൂസും അതേപോലെ തന്നെ ഫ്രൂട്ട്സും കട്ട് ചെയ്യലും ജ്യൂസ് ഉണ്ടാക്കലും ഞാനാണ്. അപ്പോൾ ഞാൻ പൊതുവെ ഇങ്ങനത്തെ വെള്ളങ്ങൾ ഉണ്ടാക്കില്ല, ഞാൻ ജ്യൂസാണ് ഉണ്ടാക്കല്. ഇന്ന് പിന്നെ ജ്യൂസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിനാക്ക ഉണ്ടാക്കി. അപ്പോൾ ബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ കെട്ട വെയിറ്റിംഗ് ആണ് ബാങ്ക് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ പിന്നെ ബാങ്ക് കൊടുത്ത് നോമ്പൊക്കെ പറഞ്ഞേനെ കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. ചായക്ക് എന്താ വെച്ചാൽ ചിക്കൻ കറിയും കുബൂസും ആയിരുന്നു. എന്നാൽ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ളോഗ് ഇട്ടിട്ട് ഇപ്പോൾ കുറേ കാലമായി. ഇടണം എന്നുണ്ട് ഒരു അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലെങ്ത്തുള്ള വീഡിയോ ആണോ അതോ ചെറിയ ലെങ്ത്തുള്ള വീഡിയോ ആണോ ഇഷ്ടം നിങ്ങൾ കമൻറ്റ് ആക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.